നമസ്കാരം. സ്വർഗീയനാദം എന്ന ഈ സംഗീത കൂട്ടായ്മയുടെ 27ാം ദളത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുമ്പ് ദിവ്യഗീതം എന്ന സംഗീത പ്രോഗ്രാമിൽ കൂടി ആരംഭിച്ച് ഇന്ന് അതിൻ്റെ 27ാമത്തെ എപ്പിസോഡിൽ വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നു, ഒരു താങ്ക്സ് ഗിവിംഗ് ഡേയിലാണ് ദിവ്യഗീതം ആരംഭിക്കുന്നത്. അതിൻ്റെ 7 എപ്പിസോഡുകൾക്ക് ശേഷം സ്വർഗീയനാദം എന്ന 27ാമത്തെ ഈ എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. ഇതുവരെയും നടത്തിയ ദൈവത്തിൻ്റെ വലിയ കരുണകൾക്കും കൃപകൾക്കും സർവേശ്വരനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ പ്രോഗ്രാം ആരംഭിക്കട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ നമ്മളെ നടത്തിയവനായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി പറയുന്ന സമയങ്ങളാകുന്നു താങ്ക്സ് ഗിവിംഗ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല താങ്ക്സ് ഗിവിംഗ് വീണ്ടും ഞാൻ ആശംസിക്കുകയും ഒപ്പം കടന്നു വരുന്ന ക്രിസ്മസിന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയോടുകൂടെ നമ്മളുടെ ഈ സംഗീത പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നു. ഇന്നത്തെ ഓപ്പണിംഗ് പ്രയറിനായിട്ട് ഏറ്റവും സന്തോഷത്തോടുകൂടെ അറ്റ്ലാന്റയിൽ നിന്നും തോമസ് ജോൺ, ഞങ്ങൾ രായ്ച്ചാൻ എന്ന് വിളിക്കുന്ന തോമസ് ജോൺ, ഓപ്പണിംഗ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. വെൽക്കം തോമസ് ജോൺ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പൂർണമായ യേശുവേ, കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഈ ശനിയാഴ്ചയുടെ വൈകാറായ സമയത്ത് പല സ്ഥലങ്ങളിൽ ഇരുന്ന് അങ്ങേ പാടി സ്തുതിപ്പാനും തൻ്റെ കുഞ്ഞുങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 26 ആഴ്ചകളിൽ അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവേ, അങ്ങേ പാടി സ്തുതിപ്പാൻ പല സ്ഥലങ്ങളിലിരുന്ന് അവരെ എടുത്ത് ഉപയോഗിച്ചതിന് നന്ദിയോടെ സ്തോത്രം. അതിന് നേതൃത്വം നൽകുന്ന സണ്ണി അങ്ങടെ തരുന്ന കർത്താവേ, ഈ ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പാട്ടിലൂടെ അങ്ങയെ പുകഴ്ത്തുവാനും അങ്ങയെ ആരാധിപ്പാനും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് കർത്താവെ അവർക്കതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പ്രോഗ്രാം അങ്ങടെ തരുന്ന കർത്താവെ, ടെക്നിക്കൽ സപ്പോർട്ട് തരുന്നവരെയും അതുപോലെ കർത്താവെ മെസ്സേജ് തരുന്നവര്, അതുപോലെ ക്ലോസിംഗ് പ്രയർ നടത്തുന്ന അച്ഛനെ, എല്ലാവരെയും അങ്ങടെ തരുന്ന കർത്താവെ, ഒരേ ആത്മാവിൽ ഒന്നിച്ച് പല സ്ഥലങ്ങളിൽ നിന്ന് അങ്ങ് പാടിപ്പുകഴ്ത്തുവാൻ സ്തുതിപ്പാനും അങ്ങ് അടിയങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങളെ നയിക്കണമേ. എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നു. എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. താങ്ക് യു രാജ, താങ്ക് യു. പ്രത്യേക നന്ദി, സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമുക്കിന്ന് ഓപ്പണിംഗ് പ്രയർ ചെയ്ത് നമ്മെ സഹായിച്ചത് ഏറ്റവും ബഹുമാനമുള്ള മിസ്റ്റർ തോമസ് ജോൺ. ഞാൻ പറഞ്ഞല്ലോ, രായ്ച്ചാനാകുന്നു ഇന്നത്തെ പ്രാർത്ഥന നടത്തിയത് അറ്റ്ലാന്റയിൽ നിന്ന്. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിലേക്ക് ഈ കഴിഞ്ഞ 3 വർഷം എല്ലാ ദിവസവും ഞങ്ങളുടെ ഷോയ്ക്ക് പ്രോഗ്രാമിനുണ്ടാകുമെങ്കിലും ഇന്ന് ആദ്യമായിട്ടാകുന്നു രായ്ച്ചാൻ ഞങ്ങളുടെ പ്രോഗ്രാമിന് പ്രാർത്ഥിക്കുന്നത്. വളരെ സന്തോഷത്തോടുകൂടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് രായ്ച്ചാനുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. താങ്ക് യു രായ്ച്ച. ഇന്ന് നമുക്ക് ക്ലോസിംഗ് പ്രയർ ചെയ്ത് നമ്മെ സഹായിക്കുന്നത് ഏറ്റവും ബഹുമാനമുള്ള റവറൻ സജി മാർക്കോസ് അച്ഛനാകുന്നു. അച്ഛൻ അരിസോണയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. അച്ഛനെയും ഈ സംഗീത കൂട്ടായ്മയിലേക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടെ ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. ഇന്ന് നമ്മളോടൊപ്പം പാടുന്ന ആളുകൾ ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തട്ടെ. ഏബൽ ജോൺ ഫ്രം അരിസോണ, ഏബൽ ജോൺ ഫ്രം അരിസോണ. ഒപ്പം സിൻസി കൊച്ചമ്മ, അച്ഛനെ കണ്ടില്ല എങ്കിലും
മാർക്കോസ് അച്ഛൻ്റെ കൊച്ചമ്മയാകുന്നു. അച്ഛൻ അവിടെയുണ്ടോ? അച്ഛനെ ഒന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. അച്ഛാ, ഫേസ് കാണുന്നില്ല. താങ്ക് യു അച്ഛാ, വെൽക്കം. ഇന്നത്തെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകിച്ച് ക്ലോസിംഗ് പ്രയറിനായിട്ടും സഹകരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അച്ഛനെയും കുടുംബത്തെയും ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു സംഗീത ഫാമിലിയാണ്, ഒരു മ്യൂസിക് ഫാമിലിയാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അച്ഛനെ ഈ സംഗീത കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്തു കൊള്ളട്ടെ. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഒപ്പം ഏബിളിനെയും അതുപോലെ സിൻസി കൊച്ചുമ്മയും സ്വർഗീയനാഥത്തിൻ്റെ പേരിൽ ഞങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യട്ടെ. തുടർന്നുള്ള ഗാനങ്ങൾ ആലപിക്കുന്നത് ഷൈൻ വർഗീസ് ഫ്രം അറ്റ്ലാന്റ, ബീന ഫിനി ഫ്രം നോർത്ത് കരോളീന, മൈസെൽഫ്. ഇന്ന് സ്വർഗീയനാഥത്തിൻ്റെ അംഗങ്ങൾ വളരെ കുറവാണ്. എങ്കിൽ തന്നെ ഇത്രയും ആൾക്കാരെ എനിക്ക് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരോടും എനിക്കുള്ള നന്ദി, സ്നേഹത്തെ ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിലിംഗ് ചെയ്ത് നമ്മളെ സഹായിച്ചത് ജിജോ തോമസ് ഫ്രം അറ്റ്ലാന്റ. ഒപ്പം ഫ്ലെയർ ചെയ്തത് സ്റ്റാൻലി ജേക്കബ് ഫ്രം UK. നിങ്ങൾ രണ്ടുപേരോടുള്ള നന്ദി, സ്നേഹത്തെ അറിയിക്കുന്നു. ടെക്നിക്കൽ സപ്പോർട്ട് ജിജോ വർഗീസ് ഫ്രം അറ്റ്ലാന്റ, ഒപ്പം സിസിലി സണ്ണി ഫ്രം അറ്റ്ലാന്റ. ഇന്ന് വോട്ട് ഓഫ് താങ്ക്സ് നമുക്ക് നൽകി തരുന്നത് അലക്സ് തോമസ് ഫ്രം ജാക്സൺ. അലക്സാനെയും പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിലായിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർ, എനിക്കിതിനകത്ത് ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള എല്ലാ പ്രേക്ഷകരെയും എനിക്ക് കാണുവാനെ കൊണ്ട് സാധിക്കും. നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ വളരെ സന്തോഷത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളുടെ ആദ്യത്തെ ഗാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കട്ടെ. ഇന്നത്തെ ആദ്യത്തെ ഗാനം നമുക്ക് വേണ്ടി പാടുന്നു ബീന ഫിനി ഫ്രം നോർത്ത് കരോളീന. യാഹേ അങ്ങൻ ദൈവം എന്നാരംഭിക്കുന്ന ഗാനവുമായി ബീന ഫിനി. തലമുറ തലമുറയാ നീ
മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാം. യാഹേ അങ്ങെന്നുമേ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സംഗീതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്ക് വൈദ്യൻ, സർവശക്തനിന്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്ക് വൈദ്യൻ, സർവശക്തനിന്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമേ ദൈവം, തലമുറ തലമുറയാ. യാഹേ അങ്ങെന്റെ സംഗീതം, തലമുറ തലമുറയാ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. താങ്ക് യു ബീന. അതിമനോഹരമായി പാടി. വളരെയധികം സന്തോഷവും സ്നേഹവും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കട്ടെ. അധികം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി ഞാൻ ഫ്രെയിമിലേക്ക് ഏബിൾ ജോണിനെ ക്ഷണിക്കുന്നു. ഹായ് ഏബിൾ. നമ്മൾ ഇന്ന് രണ്ടാമത് പാടാനായി പോകുന്നത് ഏബിളാണ്. എൻ്റെ ജീവിതം കാഴ്ചയായി നൽകാം എന്ന ഗാനം, അതാണല്ലോ അല്ലേ? അതെ. ഈ ഗാനം എഴുതിയത് ആള് നമ്മളോടൊപ്പമുണ്ട്. ഞാൻ എനിക്ക് മാത്രമാണ് എന്നെ കേൾക്കുന്നത്. ഇല്ല, കേൾക്കത്തില്ല. എങ്ങോട്ടാ? ഇപ്പൊ ശരി. കേൾക്കാം. ഓക്കെ. സണ്ണി സ്റ്റീഫന് ആണ് അത് പൂർത്തീകരിച്ചത്. സണ്ണി സ്റ്റീഫൻ്റെ കൂടെ
വാക്കുകളുണ്ട് അതിൽ. ഓക്കെ ഓക്കെ അലക്സാൻ, ഞങ്ങൾ പറഞ്ഞ് കേട്ടില്ല. ഈ ഗാനം എഴുതിയത് അലക്സാനാണ്, ജാക്സൺവർ. ഒപ്പം സണ്ണി സ്റ്റീഫന് അത് അലക്സാൻ കണ്ടിന്യൂ ചെയ്യാം. സണ്ണി സ്റ്റീഫൻ ആണ് ഞാൻ തുടങ്ങിയത്, പൂർത്തീകരിച്ചത്. അപ്പം ശരിക്ക് കൂടുതൽ ക്രെഡിറ്റ് അദ്ദേഹത്തിനാണ്, അദ്ദേഹത്തിൻ്റെയാണ് ഈണവും. താങ്ക് യു അലക്ഷ. ഈ ഗാനം നമുക്ക് വേണ്ടി ഏബൽ അരിസോണയിൽ നിന്ന് നമുക്ക് വേണ്ടി പാടുന്നു. ഏബൽ ഫ്രം അരിസോണ. ഹലോ ഹലോ. ജീവിതം കാഴ്ചയായി നൽകാം, എന്റെ മോഹവും ദാഹവുമെല്ലാം, എന്റെ പുഞ്ചിരിയും കണ്ണുനീരും, എന്നിലേറിയ താലന്തുമെല്ലാം. എന്റെ ജീവിതം കാഴ്ചയായി നൽകാം, എന്റെ മോഹവും ദാഹവുമെല്ലാം, എന്റെ പുഞ്ചിരിയും കണ്ണുനീരും, എന്നിലേറിയ താലന്തുമെല്ലാം. എന്നോട് ചോദിപ്പതെല്ലാം ഇന്ന് ഏറെ സന്തോഷമോടെയാം. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥന് സർവം സമർപ്പണം ചെയ്യാം. എന്നോട് ചോദിപ്പതെല്ലാം ഇന്ന് ഏറെ സന്തോഷമോടെയാം. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥന് സർവം സമർപ്പണം ചെയ്യാം. എന്റെ ജീവിതം കാഴ്ചയായി നൽകാം, എന്റെ മോഹവും ദാഹവുമെല്ലാം, എന്റെ പുഞ്ചിരിയും കണ്ണുനീരും, എന്നിലേറിയ താലന്തുമെല്ലാം. Something problem there, Abel. മ്യൂസിക് വരുന്നില്ല. പ്ലീസ് ചെക്ക് അത് മ്യൂസിഷ്യൻ ഓൺ ആണോ നോക്കി. പ്ലീസ് ചെക്ക് ദ മ്യൂസിഷ്യൻ ഓൺ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. കേക്കാം. ഞാൻ ഒന്നുകൂടെ തുടങ്ങണോ? ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാം. സോറി, വീഡിയോ ഓൺ ആക്കണേ. മ്യൂസിഷ്യൻ ഓൺ ആണോ നോക്കണേ. എന്റെ ജീവിതം കാഴ്ചയായി നൽകാം, എന്റെ മോഹവും ദാഹവുമെല്ലാം, എന്റെ പുഞ്ചിരിയും കണ്ണുനീരും, എന്നിലേറിയ താലന്തുമെല്ലാം. എന്റെ ജീവിതം കാഴ്ചയായി നൽകാം, എന്റെ മോഹവും ദാഹവുമെല്ലാം, എന്റെ പുഞ്ചിരിയും കണ്ണുനീരും, എന്നിലേറിയ താലന്തുമെല്ലാം. എന്നോട് ചോദിപ്പതെല്ലാം ഇന്ന് ഏറെ സന്തോഷമോടെയാം. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥനെ സർവം സമർപ്പണം ചെയ്യാം. എന്നോട് ചോദിപ്പതെല്ലാം ഇന്ന് ഏറെ സന്തോഷമോടെയാം. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥനെ സർവം സമർപ്പണം ചെയ്യാം.
എൻ്റെ ജീവിതം കാഴ്ചയായി നൽകാം. എൻ്റെ മോഹവും ദാഹവുമെല്ലാം, എൻ്റെ പുഞ്ചിരിയും കണ്ണുനീരും, എന്നിലേകിയ താലന്തുമെല്ലാം. ഇന്നു കാണുന്നു ഞാൻ നിന്റെ സ്നേഹം, ഇന്നു കേൾക്കുന്നു ഞാൻ നിന്റെ ശബ്ദം, ഇന്നു നൽകി നിൻ സ്വർഗ സന്തോഷം, ഇന്നും എന്നും നിൻ നാമം മഹത്വം. ഇന്നു കാണുന്നു ഞാൻ നിന്റെ സ്നേഹം, ഇന്നു കേൾക്കുന്നു ഞാൻ നിന്റെ ശബ്ദം, ഇന്നു നൽകി നിൻ സ്വർഗ സന്തോഷം, ഇന്നും എന്നും നിൻ നാമം മഹത്വം. എന്നോട് ചോദിപ്പതെല്ലാം ഇന്ന് ഏറെ സന്തോഷമോടെയാം. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥനെ സർവം സമർപ്പണം ചെയ്യാം. എന്നോട് ചോദിപ്പതെല്ലാം ഇന്ന് ഏറെ സന്തോഷമോടെയാം. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥനെ സർവം സമർപ്പണം ചെയ്യാം. എൻ്റെ ജീവിതം കാഴ്ചയായി നൽകാം. എൻ്റെ മോഹവും ദാഹവുമെല്ലാം, എൻ്റെ പുഞ്ചിരിയും കണ്ണുനീരും, എന്നിലേകിയ താലന്തുമെല്ലാം. എന്നോട് ചോദിപ്പതെല്ലാം ഇന്ന് ഏറെ സന്തോഷമോടെയാം. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥനെ സർവം സമർപ്പണം ചെയ്യാം. എന്നോട് ചോദിപ്പതെല്ലാം ഇന്ന് ഏറെ സന്തോഷമോടെയാം. എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന നാഥനെ സർവം സമർപ്പണം ചെയ്യാം. എൻ്റെ ജീവിതം കാഴ്ചയായി നൽകാം. എൻ്റെ മോഹവും ദാഹവുമെല്ലാം, എൻ്റെ പുഞ്ചിരിയും കണ്ണുനീരും, എന്നിലേകിയ താലന്തുമെല്ലാം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. വളരെ മനോഹരമായി പാടി. ആദ്യ സമയത്ത് ചെറിയ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ടായെങ്കിലും ആ പാട്ട് കംപ്ലീറ്റ് ചെയ്തു. അതിൽ ഏറ്റവും സന്തോഷമുണ്ട്. അതിമനോഹരമായി തന്നെ പാടി. വളരെ സന്തോഷം. നന്ദിയും സ്നേഹവും സ്വർഗീയനാഥത്തിൻ്റെ പേരിൽ അറിയിക്കട്ടെ. അടുത്ത ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ എന്നാരംഭിക്കുന്ന ഗാനം. കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ.
സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത് അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും സൃഷ്ടികളിൽ ഞാൻ കണ്ടു കരവിരുത് അത്ഭുതമാം ജ്ഞാനത്തിൻ പൂർണ്ണതയും പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തും സൃഷ്ടാവേ പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തും സൃഷ്ടാവേ. വിടുതൽ നൽകും നിന്നിമ്പ വചനത്തെ മൊഴിയിൽ കേട്ടു രക്ഷയിൽ ശബ്ദത്തെ വിടുതൽ നൽകും നിന്നിമ്പ വചനത്തെ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും സുവിശേഷവുമാ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും സുവിശേഷവുമാ. കണ്ടു ഞാൻ ചേരത്തി സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു സാധന പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകുന്നു സാധന. ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം പോയിക്കും യാഗത്തിൻ പകരം എന്തു നൽകും ഞാനിനി
അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തിൽ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനീ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനീ. താങ്ക് യു വെരി മച്ച്. അടുത്ത ഗാനം പാടുന്നതിനായിട്ട് അരിസോണയിൽ നിന്ന് ഈ സമയം സിൻസി തോമസ് ഫ്രം അരിസോണ. വെൽക്കം സിൻസി കൊച്ചമ്മ. വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് കൊച്ചമ്മ നമുക്ക് വേണ്ടി പാടുന്ന ഗാനം ഈശോ നീയൻ ജീവനിൽ എന്നാരംഭിക്കുന്ന ഗാനവുമായി നമ്മളോടൊപ്പമായിരിക്കുന്നു. ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഫാമിലിയാണ് ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്ന ഒരു മ്യൂസിക് ഫാമിലി. പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് ഗോ ടു സിൻസി കൊച്ചമ്മ. യു ക്യാൻ സ്റ്റാർട്ട്. താങ്ക് യു. ഈശോ നീയൻ ജീവനിൽ നിറയണം. നാഥ നീയെന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ പരിപോരമാരൂപം. ഈശോ നീയൻ ജീവനിൽ നിറയണം. നാഥ നീയെന്നുള്ളിലെ സ്വരമല്ലോ. ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലുമാരൂപം. തുളുമ്പുമെൻ കണ്ണീർ കായൽ തുഴഞ്ഞു ഞാൻ വന്നു. അനന്തമാം ജീവിതഭാരം തുഴഞ്ഞു ഞാൻ നിന്നു. പാദം തളരുമ്പോൾ തണലിൽ മരമായി നീ. ഹൃദയം മറിയുമ്പോൾ അമൃതിന്നുറവായി നീ. എന്നാളും ആശ്രയം നീ മാത്രം എന്നാഥ. തുടയ്ക്കുകിൻ കണ്ണീർ. ഈശോ നീയൻ ജീവനിൽ നിറയണം. നാഥ നീയെന്നുള്ളിലെ
നമിപ്പു ഞാനെന്നും ഈശോ നീ എൻ ജീവൻ നിറയേണം നാഥ നീ എന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലും ആരൂപം ഈശോ നീ എൻ ജീവൻ നിറയേണം നാഥ നീ എന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചെറുപുൽക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂപം ഞാൻ കനിപോലും ആരൂപം കനിപോലും ആരൂപം കനിപോലും ആരൂപം. താങ്ക് യു കൊച്ചുമ. വളരെയധികം സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്ത സമയത്ത് സൗണ്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇപ്പോൾ ആ ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തില്ല. വളരെ നന്നായിട്ട് പാടി. വോയിസ് വളരെ ബെറ്ററായി ഫീൽ ചെയ്തു. അതിമനോഹരമായി പാടി. ഞങ്ങളുടെ ഈ 27 എപ്പിസോഡ് വരുന്ന സമയത്ത് ഈ പാട്ട് ആരും ഇതിനു മുമ്പ് പാടിയിട്ടില്ല. ആദ്യമായിട്ടാകുന്നു ഈ പാട്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പാടുന്നത്. അതിമനോഹരമായി പാടി. താങ്ക് യു വെരി മച്ച്. പ്രത്യേക നന്ദിയും സ്നേഹവും സ്വർഗീയനാഥത്തിൻ്റെ പേരിൽ അറിയിക്കട്ടെ. അടുത്ത ഗാനം പാടുവാനായി അറ്റ്ലാന്റയിൽ നിന്ന് ഷൈൻ വർഗീസിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. പ്രാണൻ ശത്രു കയ്യിൽ അകപ്പെടാതെ എന്നാരംഭിക്കുന്ന ഗാനവുമായി ഷൈൻ വർഗീസ് ഫ്രം അറ്റ്ലാന്റ. വെൽക്കം ഷൈൻ. പ്രാണൻ ശത്രുക്കൈയിൽ അകപ്പെടാതെ
താങ്ക് യു ഷൈൻ. വളരെ നന്ദി സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. ഷൈൻ വളരെ ഒഴിഞ്ഞു മാറിയതാണ്. എനിക്ക് തീരെ വേല, ശാരീരികമായിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയിച്ചെങ്കിലും വളരെ മനോഹരമായി ഷൈൻ ഈ ഗാനം ഭംഗിയായിട്ട് തന്നെ പാടി, ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാടി. വളരെ സന്തോഷം ഈ സമയത്ത് അറിയിക്കട്ടെ. സ്വർഗീയനാഥത്തിൻ്റെ പേരുള്ള നന്ദി വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. സ്വർഗീയനാഥത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ഫേസ് ടു ഫേസ് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുന്നു. ഇന്ന് നമുക്ക് ഫേസ് ടു ഫേസ് പ്രോഗ്രാമിൽ ഒരു കുടുംബമാണ് മൊത്തത്തിലുള്ളത്. ഈ സമയത്ത് ഏബലിനെയും ഒപ്പം സെൻസി കൊച്ചുമ്മയും ഫ്രെയിമിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ രണ്ടുപേരെയും വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഏബലുമായിട്ട് എനിക്കൊരു 3 വർഷം മുമ്പുള്ള പരിചയമുണ്ട്. വേൾഡ് പീസ് മിഷൻ്റെ US WPMൻ്റെ ഒരു കമ്മിറ്റി മെമ്പറായിട്ടും ഇപ്പോഴും അദ്ദേഹം അതിൽ തന്നെ തുടരുന്നു. ഒപ്പം കൊച്ചമ്മയും പരിചയപ്പെട്ടതിൽ സന്തോഷം. മാർക്കോസ് അച്ഛൻ, സത്യത്തിൽ നിങ്ങളെ കൂടുതൽ എനിക്ക് പരിചയമായി കിട്ടിയത് ഡോക്ടർ സണ്ണി സ്റ്റീഫൻ ത്രൂ ആണ്. സണ്ണി സാറിനോടും ഈ സമയത്ത് പ്രത്യേക നന്ദി സ്നേഹത്തെയും ഈ സമയത്ത് ഞാൻ അറിയിക്കട്ടെ. സോ ലെറ്റ് മീ കം ടു ദ പോയിന്റ്. സോ ഏബൽ, ഞാൻ ആദ്യത്തെ ചില ചോദ്യങ്ങൾ ഏബലിനോടാണ് ചോദിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. സോ അക്കോർഡിംഗ് ടു യുവർ ഫാമിലി, ഫോർ യു, ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയുക. Hi everybody, my name is Abel John and my father's name is Reverend Father Saji Marcos, and this is my mother, Cincy Thomas. We are from Pudupalli, Kottayam in India. I was born in Saudi when she used to work there, but I grew up until about 6 or 7 years old. I grew up in India, in Kerala, in Pudupalli. അത് കഴിഞ്ഞ് ഞങ്ങൾ അമേരിക്കയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്തു. 2006 ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പം അന്ന് ഞാനും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുള്ളൂ. 2 വർഷം കഴിയുമ്പോൾ എനിക്കൊരു അനിയനുണ്ടായി. അവനിപ്പോൾ 16 വയസ്സ്. അനിയന്റെ പേരെങ്ങനെ? അവന്റെ പേര് ഓസ്റ്റിൻ എന്നാണ്, ഓസ്റ്റിൻ ജോൺ. അപ്പം ഞങ്ങൾ 4 പേരാണ് ഞങ്ങളുടെ കുടുംബം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 18 വർഷമായിട്ട് അരിസോണയിൽ തന്നെയാണ് വന്നത്. അരിസോണയിലാണ്, ഇവിടെ തന്നെ 18 വർഷമായിട്ട് ഇവിടെയാണ് ഞങ്ങൾ. താങ്ക് യു ഏബൽ. സെൽഫ് ഇൻട്രൊഡക്ഷന് പ്രത്യേക നന്ദി അറിയിക്കട്ടെ. ഏബലിനെ സംബന്ധിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഒരു നല്ല പാട്ടുകാരനായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കഴിഞ്ഞ സമയത്ത് ഏബൽ ഒരു ഹല്ലേലൂയ എന്നൊരു ഗാനം ഡോക്ടർ സണ്ണി സ്റ്റീഫൻ സംഗീത സംവിധാനം ചെയ്ത് ഏബൽ അത് പാടുകയുണ്ടായി. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. കൂടുതലും അതിനകത്ത് സ്ട്രിങ് ഓർക്കസ്ട്രേഷനാണ് വായിച്ചിരിക്കുന്നത്, കോറസ്. അതിമനോഹരമായിട്ട് ആ ഗാനം പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൈരളി ചാനലിലെ ഓർമ്മസ്പർശം എന്നൊരു പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? എന്താ അതേപ്പറ്റി ഒന്ന് വിവരിക്കുമോ? എന്താണ് അത്? തീർച്ചയായിട്ടും. ഓർമ്മസ്പർശം എന്ന് പറയുന്നത് കൈരളി TV, എനിക്ക് തോന്നുന്നു അമേരിക്കയിലും മറ്റ് ഫോറിൻ രാജ്യങ്ങളിലൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിൽ അതിൻ്റെ എപ്പിസോഡുകളുണ്ട്. അരിസോണയിൽ തന്നെ 10-11 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പല എപ്പിസോഡുകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അത് പരിചയപ്പെട്ടെന്ന് ഞാൻ ഇപ്പോൾ എക്സാക്ട്ലി ഓർക്കുന്നില്ല. പക്ഷേ കൈരളി TVയുടെ ഒരു അമേരിക്കയിലുള്ള ഒരു വക്താവായിട്ട് പരിചയപ്പെട്ട് അവർ പാടുന്നതെന്ന് ഓഫർ ചെയ്ത് അങ്ങനെ കുറേ സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് പാടും. എന്നിട്ട് അവരുടെ ഫിലിമിംഗ് സെഷനിൽ പോയിട്ട് നമ്മളത് പാടുന്നത് ഫിലിം ചെയ്ത് അത് എപ്പിസോഡായിട്ട് അവർ ഇറക്കി അങ്ങനെ കൈരളി TVയിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെയാണ് ഓർമ്മസ്പർശത്തിൽ അങ്ങനെ പല പാട്ടുകൾ പാടിയത്. സിനിമാ പാട്ടുകളാണ് കൂടുതലും, പഴയ പാട്ടുകളൊക്കെയാണ്. പഴയ പാട്ടുകൾ, പിന്നെ ഞാൻ എൻ്റെ പ്രായത്തിനനുസരിച്ച് എനിക്ക് കുറച്ചുകൂടെ 2000s ഇറങ്ങിയ പാട്ടുകളാണ് എനിക്ക് കുറച്ച് അന്ന് ഇഷ്ടം. കുറച്ച് പാട്ടുകൾ ആ സമയത്തൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ 2-3 പഴയ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അങ്ങനെ സിനിമാ പാട്ടുകൾ ഫോക്കസ് ചെയ്ത് അപ്പം കൂടുതൽ ആളുകളിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടാനായിട്ടൊരു വരിയായി തീർന്നത് ഓർമ്മസ്പർശമാണ്.
ഓക്കെ. അതിൻ്റെ ഓഡീഷൻ സമയങ്ങളിലൊക്കെ എങ്ങനെയാണ് പങ്കെടുത്തത്? ഓഡീഷനായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നതായിട്ട് എൻ്റെ ഓർമ്മ. അതിന്റെ ഓഡീഷൻ ഞങ്ങളാണ് ചെയ്തത്. ശരിക്കും ഞങ്ങൾ ഓഡീഷൻ ഇതിന്റെ ഓഡീഷൻ ഉണ്ടായിരുന്നത് ശരിക്കും ജഡ്ജസ് ആയിട്ട് എനിക്ക് നമ്മ ഇരുന്നതായിരുന്നതാണ് എൻ്റെ ഓർമ്മ. ഓക്കെ. ഇരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയാണ് അതിനകത്ത് ജോയിൻ ചെയ്തത്. അതെ. ഓക്കെ. മലയാളം ഗാനങ്ങൾ പാടുന്നതിൽ ആക്സെന്റ് നന്നായിട്ട് വരുമോ? അത് നാട്ടിൽ കൂടുതലും കേരളത്തിൽ ജീവിച്ചതിൽ കൂടുതൽ വെളിനാട്ടിലാണല്ലോ ജീവിച്ചിട്ടുള്ളത്. അതെ. പക്ഷേ മലയാളം ടച്ച് ഒരിക്കലും വിട്ടിട്ടില്ല. അതാണ് എൻ്റെ അന്ന് വന്നപ്പോ മലയാളം സംസാരിക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോ തൊട്ട് പള്ളി തുടങ്ങി. അപ്പം പള്ളിയിലെ ബൈബിൾ വായന, അല്ലാത്ത വായനകൾ, വീട്ടിൽ ബൈബിൾ വായിക്കാൻ, അങ്ങനെ മലയാളം ഒരിക്കലും വിട്ടിട്ടില്ല. ടച്ച് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. മലയാളം നന്നായിട്ട് എഴുതുകയും വായിക്കുകയും ചെയ്യും. എഴുതാൻ അത്യാവശ്യം അറിയാം. ചില കൂട്ടക്ഷരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അറിയത്തില്ല, പക്ഷെ വായിക്കാനല്ല അറിയാം. വായിക്കാനും. അതുപോലെ തന്നെ മ്യൂസിക്കുമായിട്ടുള്ള ഒരു റിലേഷൻ, അതായത് പാട്ട് പഠിച്ചിട്ടുണ്ടോ, ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ശാസ്ത്രീയമായിട്ട് ഞാൻ ശരിക്കും എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പഠിക്കണമെന്നുള്ളത്. ശരിക്കും കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ശരിക്കും പഠിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ പഠിക്കാതെ തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. ഞാൻ കുഞ്ഞിലേ മുതൽ അമ്മ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് നാട്ടിലെ സ്കൂളിൽ തന്നെ പല പരിപാടികൾക്കും സ്റ്റേജിൽ പാടിക്കാനായിട്ട് എന്നെ ട്രെയിൻ ചെയ്തത് അമ്മയാണ്. എന്റെ ഫസ്റ്റ് ഗുരു അമ്മയാണ്. അമ്മ ട്രെയിൻ ചെയ്യിച്ച് ഞാൻ കുഞ്ഞിലേ മുതൽ പാടുമായിരുന്നു. അത് അന്ന് തുടർന്നു. ഇവിടെ വന്നപ്പോഴും പല പള്ളിയിലെയും അല്ലാത്ത പരിപാടികളൊക്കെ പാടി സ്റ്റേജിൽ കഴിയുന്നിടത്തോളം പാടുമായിരുന്നു. അപ്പൊ ഇപ്പൊ പാട്ട് പഠിക്കാൻ ഒരു പ്രത്യേക ഗുരു ആരെങ്കിലും ഉണ്ടോ? ഓൺലൈനിലാണോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ? ഞാൻ ഓൺലൈനിൽ കൂടെ പഠിക്കുന്നത്. ഓൺലൈനിൽ മലയാളിയാണ്. അത് ഒരു സ്ത്രീയാണ്, മലയാളി സ്ത്രീ. പക്ഷെ അത് കോയമ്പത്തൂരാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങള് ആഴ്ചയിൽ 1 പ്രാവശ്യം, ചിലപ്പോൾ 2 പ്രാവശ്യമൊക്കെ ഓൺലൈനിൽ കൂടെ സമയം ഒത്തു വരുമ്പോൾ നമ്മൾ ശാസ്ത്രീയ കർണാട്ടിക് മ്യൂസിക്കാണ് പഠിക്കും. കർണാട്ടിക് മ്യൂസിക് പഠിക്കും. അതിപ്പോ 2 വർഷം. വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ, രാഗങ്ങളും വർണ്ണങ്ങളും കൃതികളും പഠിക്കുന്നുണ്ട്. ഓക്കെ. വളരെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ, അതായത് അരിസോണയിൽ പ്രത്യേകിച്ച് ഡാഡി ഒരു പ്രീസ്റ്റാണ്, ചർച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. എന്താണ് ഇപ്പോഴേ അരിസോണയിലുള്ള മ്യൂസിക്കിൽ ഏബിളിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ അച്ഛനൊരു പ്രീസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ കൂടുതൽ മ്യൂസിക്കൽ കൺട്രിബ്യൂഷൻസ് സഭയും പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം VBS ഒക്കെ വരുമ്പോൾ ഞാൻ VBSന് വേണ്ടി, ഞങ്ങളുടെ പള്ളിയിലെ ഒരു VBSന് വേണ്ടി ഒരു ലിറിക്സ് എഴുതിയത് അതിന്റെ ട്യൂണാക്കി ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട് ഒരു സോങ്. അതല്ലാതെ തന്നെ കരോക്കി ഇല്ലാത്ത മ്യൂസിക്കിന് ഞാൻ തന്നെ കരോക്കി ട്രാക്ക് പോലെ പുറകിൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് പോലെ കരോക്കി ട്രാക്കുകൾ ഉണ്ടാക്കുക. ഞാൻ സ്വന്തമായിട്ടൊരു മ്യൂസിക് കമ്പോസ് ചെയ്തെന്ന് പറയുന്ന പറഞ്ഞേ ഉള്ളൂ. അതല്ലാതെ മ്യൂസിക് ട്രാക്കുകൾ ഉണ്ടാക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ കൂടുതലും സഭയുടെ ലിറ്റർജിക്കകത്തുള്ള പാട്ടുകൾ, പല രാഗങ്ങളിലുള്ള പാട്ടുകളും, ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. ഞങ്ങൾ യാക്കോബായ സഭയിൽ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കാനും അതിനെ പറ്റി റിസർച്ച് ചെയ്യാനും പറ്റുമ്പോഴൊക്കെ അതിന്റെ കവർ പോലെ യൂട്യൂബിൽ ഇടാനും അങ്ങനെ മ്യൂസിക് ഒക്കെ അങ്ങനെ ചെയ്യാനൊക്കെ ശ്രമിക്കാം. ഇപ്പം ചർച്ചസ് എല്ലാം ഇപ്പം ഒരു ഏകീകൃതമായ രീതിയിലുള്ള നൊട്ടേഷൻസ് തയ്യാറാക്കിക്കൊണ്ട് കുർബാനപ്പാട്ടുകളൊക്കെ ഏകീകരിക്കാനൊക്കെ കൊണ്ട് ശ്രമിക്കുന്നുണ്ട്. അത് അക്കാര്യങ്ങൾക്ക് വല്ല ലീഡർഷിപ്പ് കൊടുക്കുകയോ ചെയ്യാനുള്ള താല്പര്യമുണ്ടോ? ഞങ്ങളുടെ പള്ളിയിൽ ആക്ച്വലി ഒരാളുണ്ട്. അദ്ദേഹം കോളിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ചെറിയാൻ ജേക്കബ് എന്നാണ്. ഞങ്ങൾ ലിങ്ക് അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അദ്ദേഹം ഇതേ വിഷയത്തെ പറ്റി എന്നോട് സംസാരിച്ചായിരുന്നു. ശരിക്കും സഭയുടെ പല പാട്ടുകളും, പള്ളിയിൽ ഡെയിലി ഉപയോഗിക്കുന്ന പാട്ടുകളും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മ്യൂസിക് നൊട്ടേഷൻസ് വെച്ച് ആക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ ജനറേഷൻസിന് അത് വളരെ ഒരു വലിയ റിസോഴ്സാണ്. ഇത് നഷ്ടപ്പെട്ടു പോകാതെ ഇപ്പോഴത്തെ ഒരു ട്രഡീഷൻ വെച്ച് ഇത് പാടി ഓറൽ ആയിട്ടുള്ള ഒരു പാസ്റ്റ് ടോൺ ട്രഡീഷനാണ്. അപ്പൊ അത് മാറ്റി നമ്മളത് റിട്ടേൺ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ അതൊരു തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് അത്. തീർച്ചയായും. പ്രത്യേകിച്ച് ഞാൻ ഇപ്പം ഓൾറെഡി ഒരാളുടെ പേര് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഒരാളുള്ളപ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഏബിളിൻ്റെ ആ കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും വളരെ വലിയ ഒന്നായിരിക്കും എന്നാണ് എൻ്റെ തീർച്ചയായുള്ള ഒരു വിശ്വാസം. താങ്ക് യു ഏബിൾ. ഞാൻ അടുത്തത് കൊച്ചമ്മയോട് 1-2 ചോദ്യങ്ങളൊന്ന് ചോദിച്ചോളട്ടെ. കൊച്ചമ്മയുടെ മ്യൂസിക്കിനെ പറ്റിയുള്ള, അതായത് ചെറുപ്പം തൊട്ടുള്ള, അപ്പം മോനെ പഠിപ്പിച്ചു, മോൻ്റെ ആദ്യത്തെ ഗുരുവാണ് കൊച്ചമ്മ എന്ന് പറഞ്ഞു. എന്താണ് കൊച്ചമ്മയുടെ മ്യൂസിക്കിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്? കുടുംബത്തിൽ അമ്മയോ ഡാഡിയോ ഒക്കെ പാടുമായിരുന്നു? എന്താണ്? എൻ്റെ അമ്മയാണ് എൻ്റെ ആദ്യ ഗുരു. അത് ഈ പറഞ്ഞതുപോലെ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ അല്ല ഞാനും കേട്ട് പഠിക്കുന്നതാണ്. ഇപ്പൊ പാടുമ്പോഴും മോനാണ് എന്നെ കറക്റ്റ് ചെയ്ത് തരുന്നതും തിരുത്തുന്നതും.
അപ്പം എൻ്റെ അമ്മ അപ്പം നമ്മുടെ ഇന്നുമുള്ള നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ എന്നും ഒരു ഗാനം നമ്മുടെ ഡിവോഷണൽ സോങ് പാടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ പഴയ ഗാനങ്ങളും ഒക്കെ കേട്ട് പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്നാണ്. പിന്നെ പള്ളിയിൽ സൺഡേ സ്കൂള് മത്സരങ്ങൾ, പിന്നെ അതിനുശേഷം ഞാൻ നഴ്സിംഗ് പഠിച്ചത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ അവിടുത്തെ ലീഡ് സിംഗറായിരുന്നു. പിന്നെ അവിടുത്തെ എൻ്റെ ചർച്ചിലെ ഡൽഹി ഓർത്തഡോക്സ് സ്കൂൾ ഓഫ് സീക്രട്ട് മ്യൂസിക്കിൻ്റെ ഒരു മെമ്പറായിരുന്നു, ആദ്യകാല മെമ്പറായിരുന്നു. പിന്നെ അതുകൂടാതെ അവിടുത്തെ എക്യുമിനിക്കലായിട്ടുള്ള എല്ലാ മെമ്പേഴ്സും പങ്കെടുക്കുന്ന ഒരു അസോസിയേഷനായിരുന്നു ഡൽഹി മ്യൂസിക് അസോസിയേഷൻ. അതിൽ പാടിയിട്ടുണ്ട് ഞാൻ. പിന്നെ സൗദിയിൽ 5 വർഷമായിരുന്നപ്പോൾ പാട്ടുകളൊക്കെ പാടാനുള്ള അവസരമില്ലായിരുന്നു. എന്നാലും അവിടെയും നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ പാടുമായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അച്ഛനെ വിവാഹം കഴിച്ചതിന് ശേഷം നമ്മൾ കൂടുതലും നമ്മുടെ പള്ളിയിലെ പാട്ടുകളും മത്സരങ്ങളും ഭദ്രാസനാടിസ്ഥാനത്തിലുള്ള എന്തെങ്കിലും നമ്മുടെ പ്രോഗ്രാംസ്, കോൺഫറൻസ്, ക്വയർ അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ടുമായിട്ട് സംബന്ധിച്ച് അച്ഛൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ്? അച്ഛൻ പാടും. കൂടുതലും അച്ഛന് ലിറ്റർജിയാണ് ഇഷ്ടം. ഇങ്ങനത്തെ നമ്മുടെ അല്ലാതുള്ള ഡിവോഷണൽ സോങ്സിനോട് അച്ഛൻ പാടാൻ ശ്രമിക്കാറില്ല. അതാണ്, അത് പാടാൻ പറ്റില്ലാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനോടൊരു ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രോത്സാഹനം കിട്ടുന്നുണ്ടോ ഈ പാട്ടിൽ? തീർച്ചയായിട്ടും അച്ഛൻ്റെ പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും. തീർച്ചയായിട്ടും. അപ്പോൾ ഇളയ അനിയൻ എന്ന് പറഞ്ഞാൽ അനിയൻ പാടുമോ? ഞാനൊരു പിക്ചർ കണ്ടു, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് 4 പേർ കൂടെ നിന്നുകൊണ്ട് ഒരു പിക്ചർ ഞാൻ കണ്ടതായിരുന്നു. അതിപ്പോൾ ഒരു മ്യൂസിക് ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. പാടണമെന്ന് നമ്മൾ ഇച്ചിരി നിർബന്ധിക്കണം, ഇച്ചിരി പുഷ് ചെയ്യണം. മലയാളം ഇച്ചിരി ഇവിടുത്തെ ഒരു ആക്സന്റ് അതുകൊണ്ടാണ്. ഒരു കുടുംബത്തെ സംബന്ധിച്ചോളം ഒരു തുറന്ന് സന്തോഷത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പാടുന്നു എന്നുള്ളത് ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. അതൊരു വലിയ ധന്യമുഹൂർത്തം തന്നെയാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കൊച്ചമ്മയുടെ ഇപ്പോഴത്തെ ഈ ലോക്കൽ, അതായത് അവിടെയുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? അരിസോണയിലുള്ള കോൺട്രിബ്യൂഷൻ? അരിസോണയിൽ ഇതാണ്, നമ്മൾ ഈ ഓർമ്മസ്പർശത്തിൻ്റെ കോർഡിനേറ്റർ നമ്മളെയാണ് ആദ്യം സമീപിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പം അങ്ങനെ ആ കോർഡിനേഷന് വേണ്ടിയിട്ട് അപ്പം നമ്മളാണ് പാട്ടുകളെല്ലാം നമ്മൾ സ്ക്രീനിങ് ചെയ്ത് സിംഗേഴ്സിനെ നമ്മൾ ഓഡീഷൻ ത്രൂ നമ്മൾ സെലക്ട് ചെയ്തതൊക്കെ നമ്മൾ ആണ്. പിന്നെ ചർച്ചിലെ എല്ലാ നമ്മുടെ സോങ്സിനും നമുക്കൊരു എക്യുമെനിക്കൽ സർവീസ് ഉണ്ട്. എനിക്കറിയാം ഇതിൽ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന പലരും നമ്മുടെ എക്യുമെനിക്കൽ സഹോദരങ്ങളുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, ഈ മീറ്റിങ്ങിലുണ്ട്. അപ്പം അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് കൂടുതലും. പിന്നെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് നമ്മൾ കവർ സോങ്സ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ 2-3 ആൽബത്തിൽ പാടിയിട്ടുണ്ട്. മധു ബാലകൃഷ്ണൻ സാറിൻ്റെ കൂടെ ഒരു കോറസ് പാടാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു. പിന്നെ വേറൊരു കുവൈറ്റിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ ആൽബം, ഒരു ക്രിസ്മസ് സോങ് ഞങ്ങൾ 2 പേരും മെയിൽ ആൻഡ് ഫീമെയിൽ വേർഷൻ പാടി. ഓക്കെ. ഡോക്ടർ സണ്ണി സ്റ്റീഫൻ്റെ പാട്ടുകൾ ചെയ്തിട്ടുണ്ടോ? അതിലൊരു പാട്ടാണ് എൻ്റെ ജീവിതം കാഴ്ചയായി നൽകാന്നുള്ള ഞങ്ങൾ 2 പേരുടെ ഞാനത് കണ്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അലക്സാൻ എഴുതിയ പാട്ടാണ് എൻ്റെ ജീവിതം കാഴ്ച ചെയ്യുന്നത്. അത് നന്നായിട്ടുണ്ട്, ഞാനത് പ്രത്യേകിച്ച് വാച്ച് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ വളർന്നു വരുന്ന തലമുറയോട്, അല്ലെങ്കിൽ ആ സംഗീത ആൾക്കാരോട് എന്താണ് കൊച്ചമ്മയ്ക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്? അവരോട് പറയാനുള്ളത്, ഇപ്പോൾ ഏബിളിനെ പോലുള്ള യൂത്തായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വളർന്ന് ഈ ഡിവോഷണൽ സോങ്സിൽ താല്പര്യം കാണിക്കുന്നതും ഒക്കെ ഏബിൾ മാത്രമല്ല, അതുപോലുള്ള നമ്മുടെ യങ് ആയിട്ടുള്ള തലമുറ പാടുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ ഒരു വെറും ശബ്ദകോലാഹലം അല്ലെങ്കിൽ ഒരു ട്യൂൺ എന്നതിലുപരി ആ പാട്ടിൻ്റെ വരികളിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാനും ആ ദൈവസ്നേഹം അനുഭവിച്ചറിയുവാനും ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. ഏബിളിൻ്റെ തുടർന്നുള്ള മുന്നോട്ടുള്ള സ്റ്റെപ്പ് മ്യൂസിക്കലുമായിട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? എന്തെങ്കിലും പ്രത്യേകിച്ച് മുൻകൂട്ടി വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ?
ഇതുവരെ അങ്ങനെ പ്ലാൻ സെറ്റായിട്ടില്ല. പക്ഷെ കർണാട്ടിക് കുറച്ചുകൂടെ പഠിച്ചു കഴിയുമ്പോൾ എനിക്കൊരു കച്ചേരി പോലെ നടത്താനായിട്ടൊരു സ്വപ്നം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനിയും കുറെ ദൂരം പോകേണ്ടിയിരിക്കുന്നു. അതുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം സമയം ഏബിളിൻ്റെ മുമ്പിൽ ഈ വിഷയങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ഒരു യങ് ആളാണ്, അതുകൊണ്ട് പഠിക്കുകയും അതുപോലെ തന്നെ മുന്നോട്ട് കാരണം അതിനുള്ള ഒരു വോയിസും അതിനുള്ള ശ്രുതി എല്ലാം നന്നായിട്ട് ഏബിളിനുണ്ട്. അത് ഇണങ്ങും നന്നായിട്ട്. തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാനെ കൊണ്ട് ദൈവം അധികമായിരിക്കുന്ന കൃപയും ബലവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ സ്വർഗീയനാഥത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ രണ്ടുപേരെയും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു കുടുംബമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, അച്ഛനും കുടുംബമായിട്ട് ഒരു സംഗീതജ്ഞ കുടുംബമായിട്ട് വന്ന് ചേർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വീണ്ടും നമ്മുടെ സംഗീതം കണ്ടിന്യൂ ചെയ്യുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ ഞങ്ങളെ സ്വർഗീയനാഥം പ്രോഗ്രാമിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് സംബന്ധിക്കണം, പാട്ടുകൾ പാടണം. ഞങ്ങളെ ഈ സുരേഷ് ഗോപി പറഞ്ഞ പോലെ നിങ്ങളെ ഞങ്ങളിങ്ങ് എടുക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ സ്വർഗീയനാഥത്തിലേക്ക് നിങ്ങളെ ഞങ്ങളിങ്ങ് എടുക്കുകയാണ്. നിങ്ങളുടെ സഹകരണം തുറന്നും ഉണ്ടാവണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. വളരെ സന്തോഷം. ഞങ്ങളുടെ പ്രേക്ഷകർ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ഫേസ് ടു ഫേസ് പ്രോഗ്രാം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. 3 പാട്ടുകൾക്ക് ശേഷം നമ്മളുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കും. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ വളരെ സന്തോഷം. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഞങ്ങളെ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിന് സാറിനോടും കാണുന്ന എല്ലാം പാട്ടെല്ലാം കേട്ട് ആസ്വദിച്ചിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബാക്കി പ്രോഗ്രാം കൂടെ എൻജോയ് ചെയ്യുക. അതുപോലെ സാറിനും ഞങ്ങൾ താങ്ക്സ് പറയാണ്. ഞങ്ങളെ റെക്കമെൻഡ് ചെയ്തത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വീണ്ടും സ്വർഗീയനാഥത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. അടുത്ത ഗാനം ഞങ്ങൾക്ക് വേണ്ടി പാടുന്നു ബീന ഫിനി ഫ്രം നോർത്ത് കരോലിന. ബലഹീനതയിൽ ബലമേകി എന്നാരംഭിക്കുന്ന ഗാനവുമായി ബീന ഫ്രം നോർത്ത് കരോലിന. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു.
താങ്ക് യു വീണ. അതിമനോഹരമായി തന്നെ പാടി. പ്രത്യേക നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. അടുത്ത ഗാനം നമുക്ക് വേണ്ടി ഏബിൾ ജോൺ പാടുന്നു. വളരെ മനോഹരമായ ഒരു ഗാനമാകുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ എന്നാരംഭിക്കുന്ന ഗാനം ഈ സമയത്ത് ഏബിൾ ജോൺ നമുക്ക് വേണ്ടി പാടും. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലെകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം.
ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേകയാശ്രയം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. നിന്റെ മുൻപിൽ കാഴ്ചയിടാം. താങ്ക് യു. താങ്ക് യു എബിൾ, താങ്ക് യു വെരി മച്ച്. അതിമനോഹരമായി തന്നെ പാടി. ശരിക്കും ആ പാട്ട് കസ്റ്ററിൻ്റെ ശരിക്കും ആ ഒരു രീതിയിൽ തന്നെ വളരെ അർത്ഥവത്തായി ആ ഒരു ട്രാക്കിൽ കൂടെ തന്നെ ഏബിൾ മനോഹരമായി തന്നെ പാടി. അനേക കമൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. പ്രത്യേക നന്ദി എല്ലാവരോടും അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഏബിളിനുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. അടുത്ത ഗാനം ഞാനാണ് പാടേണ്ടത്. എന്നാൽ ഞാൻ ആ ഗാനം പാടാനുള്ള ബുദ്ധിമുട്ട് എനിക്കുള്ളതുകൊണ്ട് ഞാനത് പാടുന്നില്ല. എന്നാൽ ആ സമയത്ത് ഞാൻ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഗാനം പാടുന്നത് സിൻസി കൊച്ചമ്മയാവുന്നു. ഞാൻ സിൻസി കൊച്ചമ്മ ഈ സമയത്ത് ഫ്രെയിമിലേക്ക് ക്ഷണിക്കുന്നു. ഓരോ നിമിഷവും നിൻ കൃപയുണ്ടെങ്കിൽ ജീവിതം ആകെ ധന്യമായി തീരും എന്ന് ഡോക്ടർ സണ്ണി സ്റ്റീഫൻ എഴുതി. ഡോക്ടർ സണ്ണി സ്റ്റീഫൻ എഴുതി അദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത ഈ ഗാനം ഈ സമയത്ത് കൊച്ചമ്മ നമുക്ക് വേണ്ടി പാടുന്നു. വെൽക്കം കൊച്ചമ്മ. ഓരോ നിമിഷവും നിൻ കൃപയുണ്ടെങ്കിൽ ജീവിതമാകെ ധന്യമായി തീരും. ഓരോ പ്രവൃത്തിയും നാദാനിഹിതമെങ്കിൽ എല്ലാം എല്ലാം നന്മയായി തീരും. ഓരോ നിമിഷവും നിൻ കൃപയുണ്ടെങ്കിൽ ജീവിതമാകെ ധന്യമായി
നന്മയായി തീരും. പാടിയാൽ തീരാത്ത ഗാനമണെത്ര ഞാൻ പാടി നിൻ മധുരിത നാമം. പാടിയാൽ തീരാത്ത ഗാനമണെത്ര ഞാൻ പാടി നിൻ മധുരിത നാമം. ആത്മാവും ഇന്നെന്റെ ജീവനും ഒരുപോലെ വാഴ്ത്തുന്നു ദിവ്യവദാനം. ആത്മാവും ഇന്നെന്റെ ജീവനും ഒരുപോലെ വാഴ്ത്തുന്നു ദിവ്യവദാനം. വാഴ്ത്തുന്നു ദിവ്യവദാനം. ഓരോ നിമിഷവും നിൻ കൃപയുണ്ടെങ്കിൽ ജീവിതമാകെ ധന്യമായി തീരും. ഓരോ പ്രവൃത്തിയും നാദാനിഹിതമെങ്കിൽ എല്ലാം എല്ലാം നന്മയായി തീരും. എങ്കിലുമെല്ലാം അറിഞ്ഞറിയാത്തവ എന്നെ നീ കരുതുന്നു നാഥാ. എങ്കിലുമെല്ലാം അറിഞ്ഞറിയാത്തവ എന്നെ നീ കരുതുന്നു നാഥാ. ആഗ്രഹിച്ചില്ല ഞാൻ ആവാത്ത കാര്യങ്ങൾ എല്ലാം നടത്തുന്നു ദൈവം. ആഗ്രഹിച്ചില്ല ഞാൻ ആവാത്ത കാര്യങ്ങൾ എല്ലാം നടത്തുന്നു ദൈവം. എല്ലാം നടത്തുന്നു ദൈവം. ഓരോ നിമിഷവും നിൻ കൃപയുണ്ടെങ്കിൽ ജീവിതമാകെ ധന്യമായി തീരും. ഓരോ പ്രവൃത്തിയും നാദാനിഹിതമെങ്കിൽ എല്ലാം എല്ലാം നന്മയായി തീരും. എന്താ ഞാനിപ്പോൾ പറയുകയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ. വളരെ ഒരു ആ പാട്ടിലിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു അനുഭൂതിയിൽ ഞാനായിപ്പോയി സത്യം പറഞ്ഞ. അതിൻ്റെ ആ ട്യൂണും കൊച്ചുമ്മയുടെ സ്വരമാധുരി എല്ലാം അതിന് വളരെ ആപ്റ്റായിട്ട് തന്നെ ഇണങ്ങി വന്നിട്ടുണ്ട്. അതിമനോഹരമായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ പോലെ ഞാൻ കമൻസ് ശ്രദ്ധിക്കുകയായിരുന്നു. പലരും നല്ല കമൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ദൈവം കൂടുതലായിട്ട് രണ്ടുപേരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ഈ സ്ഥലത്തോടെ നമ്മുടെ മ്യൂസിക് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഈ സമയത്ത് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ഞാൻ അലക്സാനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർലോകനാഥന് സ്തുതികൾ കരയേറ്റിക്കൊണ്ട് സ്വർഗീയനാഥം ഈ മാസവും അവതരിപ്പിക്കുവാൻ സർവേശ്വരൻ നൽകിയ അനുഗ്രഹത്തിന് 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. താങ്ക്സ് ഗിവിങ് ആഘോഷിക്കുന്ന ഈ ആഴ്ചയിൽ ദൈവം തന്നിട്ടുള്ള നന്മകൾക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഭവനമില്ലാതെയും
ഭക്ഷണമില്ലാതെയും വിഷമിക്കുന്നവരെയും യുദ്ധങ്ങൾ കാരണം കെടുതികൾ അനുഭവിക്കുന്നവരെയെല്ലാം ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. അപൂർവങ്ങളിൽ അപൂർവമെന്ന് പറയാം, ഇന്ന് നമ്മുടെ മുഖ്യ അതിഥികൾ ഒരു മാതാവും മകനും, ഒപ്പം സമാപന പ്രാർത്ഥനയും ആശീർവാദവും അർപ്പിക്കുന്നത് പട്ടക്കാരനായ പിതാവും. ഇതുപോലെയുള്ള ഒരു നല്ല അവസരത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗീയനാഥ വേദി സജ്ജമായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റവറൻഡ് ഫാദർ സജി മർക്കോസ്, വികാർ ഓഫ് സെൻറ്റ് പീറ്റേഴ്സ് ജാക്കബേറ്റ് ചർച്ച്, ഫീനിക്സ്, അരിസോണ ആണ് ഇന്ന് നമുക്ക് സമാപന പ്രാർത്ഥന നടത്തുന്നതും ആശീർവാദം അർപ്പിക്കുന്നതും. പച്ചമ്മയും മകനും പാടുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിൽ അച്ഛൻ കാണിക്കുന്ന സന്മനസ്സിന് സ്വർഗീയനാഥത്തിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഇന്ന് ഞങ്ങളെ പ്രാർത്ഥിച്ചും സഹായിക്കുന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. സിൻസി കൊച്ചമ്മ സംഗീത ആലാപനത്തിന് അനേക സമ്മാനങ്ങൾ വാരിക്കൂട്ടിയും അതുപോലെ ഡൽഹി സ്കൂൾ ഓഫ് മ്യൂസിക് ഗ്രൂപ്പിലെ അംഗവുമായിരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടല്ലോ. കൈരളി TV മ്യൂസിക് പ്രോഗ്രാമിലും പങ്കെടുത്തിട്ടുണ്ട്. അനേക ഗാനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. കൊച്ചമ്മയ്ക്ക് ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നതിലും പാടി ഞങ്ങളെ സഹായിച്ചതിലും പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഏബിൾ തോമസ്, അദ്ദേഹവും റെക്കോർഡിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അനേക സംഗീത മത്സരങ്ങളിൽ വിജയിയായിട്ടുണ്ട്. മാത്രമല്ല കീബോർഡ്, പിയാനോ തുടങ്ങിയ വിവിധ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുമുണ്ട്. കൂടാതെ കൈരളി TV മ്യൂസിക്കൽ പ്രോഗ്രാമിൽ പങ്കെടുത്തു. കൂടാതെ കർണാട്ടിക് മ്യൂസിക് ഇപ്പോൾ പഠിച്ചുകൊണ്ടുമിരിക്കുന്നു. ഞാൻ ഏബിൾ തോമസിനും സ്വർഗീയനാഥത്തിൻ്റെ പേരിൽ ഹാർദവമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. മോനെ ദൈവം കൂടുതലായിട്ട് പാടുവാൻ, കർത്തനാമ മഹത്വത്തിന് വേണ്ടി പാടുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതം കാഴ്ചയായി നൽകാമെന്നുള്ള ഗാനം ആദ്യം റെക്കോർഡ് ചെയ്തത് 1996 ഒരു പുതു ശബ്ദത്തിൽ കേൾക്കുവാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ക്ലോസിംഗ് പ്രെയർ നടത്തി നമ്മെ സഹായിക്കുന്നത്, ഓപ്പണിംഗ് പ്രെയർ നടത്തി നമ്മെ സഹായിച്ചത് നമ്മുടെ അറ്റ്ലാന്റയിൽ നിന്നും ശ്രീ തോമസ് ജോൺ രാജുവാണ്. രാജുവുമായി കഴിഞ്ഞ 10 വർഷങ്ങളായി ഇൻ്റർനാഷണൽ പ്രെയർ ലൈനിൽ കൂടെ പരിചയമുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒന്നിച്ച് പങ്കെടുക്കുന്നവരാണ്. മാത്രമല്ല രാജുവിൻ്റെ മകൻ ജിജോ വർഗീസാണ് നമ്മൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട്, ജോജോ വർഗീസാണ് ടെക്നിക്കൽ സപ്പോർട്ട് നൽകി സഹായിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഡോട്ടറിലോ ഷൈൻ വർഗീസ് ദിവ്യനാദവും സ്വർഗീയനാദവത്തിൻ്റെ ഒക്കെ ആദ്യ കാലം മുതലേ ഉള്ള നമ്മുടെ ഇഷ്ട ഗായികയുമാണ്. രാജുവിന് ഞങ്ങളുടെ സ്വർഗീയനാദത്തിൻ്റെ ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. സ്വർഗീയനാദത്തിൻ്റെ എല്ലാമായ സണ്ണി പറവനേത്ത് ഈ പ്രോഗ്രാം 3 പരം വർഷങ്ങളായി സംഘടിപ്പിക്കുന്നതോടൊപ്പം ഗാനങ്ങൾ ആലപിച്ചും മറ്റ് ഗായകരെ കണ്ടുപിടിച്ചും പ്രോത്സാഹിപ്പിച്ചും എല്ലാം ഈ പ്രോഗ്രാം തുടർന്നു കൊണ്ടുപോകുന്നതിൽ സണ്ണി വഹിക്കുന്ന പങ്ക് എടുത്തു പറയത്തക്കതാണ്. സ്വർഗീയനാഥത്തിൻ്റെ നന്ദി ഈ അവസരത്തിൽ സണ്ണിക്ക് രേഖപ്പെടുത്തുന്നു. കൂടാതെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകി സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ സണ്ണിയുടെ സഹധർമ്മിണി സിസിലി സണ്ണിയുമുണ്ട്. സിസിലിക്കും ഈ അവസരത്തിൽ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഗാനങ്ങൾ ആലപിച്ചതിൽ ഷൈൻ വർഗീസ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഷൈന് തുടക്കകാലം മുതലേ ഉള്ള നമ്മുടെ ഗായികയാണ്. ഷൈനെയും ആ കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഈ സമയങ്ങളിൽ ഓർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കൂടാതെ ബീന ഫിന്നി ഫ്രം നോർത്ത് കരോളിന ഈ താങ്ക്സ് ഗിവിങ്ങിൻ്റെ
തിരക്കിനിടയിലും ബീന നമ്മളോടൊപ്പം ആയിരിക്കാൻ കാണിച്ച സ്നേഹത്തിന് ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് ആരുടെയോ ബർത്ത്ഡേ ഉണ്ടെന്ന് സൈഡിൽ എഴുതി കാണിക്കുന്ന ആരുടെ ആണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബർത്ത്ഡേ ഉള്ള ആളിന് സ്വർഗീയനാഥത്തിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട ഷാജി അച്ഛനെ കൂടാതെ ഡീക്കൻ ഇമ്മാനുവേൽ ജോബിൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഹൃദയംഗമായ നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ പാസ്റ്റർ ഷിബു നേരത്തെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനും ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ മീഡിയ പാർട്ട്ണർ സാംസ് റേഡിയോ ലണ്ടൻ സ്റ്റാൻലിക്കും ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൂടാതെ ടൈറ്റിലിംഗ് നടത്തി സഹായിച്ച ജോജോ തോമസ് അറ്റ്ലാന്റയ്ക്കും ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാമിൽ താങ്ക്സ് ഗിവിംഗ് വീക്കെൻഡിലും പങ്കെടുത്ത് നിങ്ങളുടെ സാന്നിധ്യത്താൽ സഹായിച്ച നിങ്ങളെയെല്ലാം ഞാൻ എടുത്തു പറയേണ്ടത് പലരുമുണ്ട്. പതിവായി പങ്കെടുക്കുന്നവരുണ്ട്, പുതുതായി പങ്കെടുക്കുന്നത് എനിക്കറിയാവുന്നവരുണ്ട്. ഞാൻ പിന്നെ ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റൊരാളുടെ പേര് വിട്ടുപോകുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുപ്പിറവിയുടെ ആഘോഷ നാളുകളിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ പുൽക്കൂട്ടിൽ മാത്രമല്ല നമ്മളുടെ ഹൃദയങ്ങളിലും ഉണ്ണിയേശു പിറക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അലക്ഷ്യ. പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ഈ സമയത്ത് ക്ലോസിംഗ് പ്രയറിനും ബെനഡിക്ഷനുമായിട്ട് ഏറ്റവും ബഹുമാനമുള്ള റവറൻ ഫാദർ സജി മാർക്കോസ് അച്ഛനെ ക്ഷണിക്കുന്നു. അച്ഛൻ പ്രാർത്ഥനയ്ക്ക് മുമ്പ് അച്ഛന് 2 വാക്ക് പറയാനുള്ള അവസരമുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ബൈബിളിൽ നിന്ന് ഒരു 180-ാം സങ്കീർത്തനം ഒന്ന് വായിക്കാം. കർത്താവിനെ വിശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പീൻ, തന്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ തന്നെ സ്തുതിപ്പീൻ, തന്റെ വല്ലഭത്വത്തിൽ തന്നെ സ്തുതിപ്പീൻ, തന്റെ ശ്രേഷ്ഠതയുടെ ബഹുത്വത്തിൽ തന്നെ സ്തുതിപ്പീൻ, കാഹളശബ്ദത്താൽ തന്നെ സ്തുതിപ്പീൻ, തമ്പുരുകളാലും വീണകളാലും തന്നെ സ്തുതിപ്പീൻ, തപ്പുകളാലും ചതുരത്തപ്പുകളാലും തന്നെ സ്തുതിപ്പീൻ, രസമുള്ള കമ്പികളാൽ തന്നെ സ്തുതിപ്പീൻ, നാദമുള്ള കൈത്താളങ്ങളാൽ തന്നെ സ്തുതിപ്പീൻ, ശബ്ദത്താലും ആർപ്പുവിളിയാലും തന്നെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ 180 സങ്കീർത്തനങ്ങൾ 180 പാട്ടുകളാണ്. അത് അറിയാവുന്നവരുമുണ്ട്, അറിയാൻ പാടില്ലാത്തവരുമുണ്ട്. ഈ 180 സങ്കീർത്തനത്തിൽ അതിൻ്റെ അവസാനത്തെ വാക്യം, അവസാനത്തെ വേഴ്സ്, അത് ആ ഒരു സ്റ്റാൻസ അതെത്ര മനോഹരമാണ്. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ ഓരോ ശ്വാസവും നമ്മുടെ കർത്താവും രക്ഷകനുമായ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സങ്കീർത്തനം 180-ാമത്തെ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. പരിശുദ്ധ സുറിയാനി സഭയുടെ വിവാഹ കൂദാശയിലെ ഒരു ഗീതം ഇതിനോട് ബന്ധപ്പെട്ടായതുകൊണ്ട് നിങ്ങൾ അല്പം മുമ്പേ ഞാൻ പാടുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഗീതത്തിൽ നിന്ന് ഒന്ന് എനിക്കെപ്പോഴും ഫേവറബിൾ ആയിട്ടുള്ള ലിറ്റർജിയാണ്. അപ്പൊ അത് ഇതിനോട് വളരെ ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒന്ന് പാടിയിട്ട് ആ എന്റെ മെസ്സേജ് കൺക്ലൂഡ് ചെയ്ത് ഞാൻ ബെനഡിക്ഷനിലേക്ക് ക്ലോസിംഗ് പ്രയറിലേക്ക് പോകുന്നതാണ്. പുലരിയിലെ പരമോന്നതനാം ദൈവത്തെ വാഴ്ത്തും, മീവൽ പറവയോടൊപ്പം താൻ സഭസംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേറി അവളീറയരോടൊപ്പം പാടുന്നു. 150 കമ്പികളിയലും തമ്പുരുവാദ്യത്താൽ അവളുടെയോനെ വാഴ്ത്തിയിടും. നൂലകങ്ങളിലെങ്ങും ഹാലേ
കൃപ വർഷിച്ചിടാൻ. ഈ ഗീതത്തിൽ പറയുന്നത് ദാവീദിന്റെ കിന്നരം ആകുന്ന ഒരു വലിയ ഒരു കിന്നരമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ സഭ ചിത്രീകരിക്കുന്നത്. അതിൽ 150 കമ്പികൾ അതിലുണ്ട് എന്ന് പറയുകയാണ്. പരിശുദ്ധ സഭയ്ക്ക് ഈറെ മാലാഖമാർ 9 വൃന്ദമുണ്ട്. അതിലെ ഒരു വൃന്ദമാണ് ഈറെ മാലാഖമാർ. ഈറെ സംഘത്തോട് ചേർന്ന് സഭയുടെ ഉടയവനെ സ്തുതിക്കാൻ ഉള്ള പാട്ടുകളാണ് ഈ സങ്കീർത്തനം എന്നാണ് ഈ ഗീതത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇതുമായിട്ട് വളരെയധികം ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് എടുത്തത്. നമ്മുടെ ഓരോ ശ്വാസവും നമ്മുടെ കർത്താവിനെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും കിട്ടുന്നൊരു വലിയൊരു ഭാഗ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു ശ്വാസം നിന്നാൽ അപ്പം തീർന്നു. പിന്നീടുള്ളൊരു പ്രത്യാശ ജീവിതമാണ്, ഈ ലോകത്തിനപ്പുറത്തുള്ളൊരു ജീവിതമാണ്. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഓരോ ശ്വാസവും നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്തുതിക്കുവാനുമുള്ള ഒരു അനുഭവമായിട്ട് നമുക്ക് തീർക്കണം. പ്രത്യേകിച്ചും ഈ സ്വർഗീയ നാദത്തിൻ്റെ ഈ അനുഗ്രഹീതമായ ഈ സന്ദേശം നിങ്ങൾ അനേക നാളുകളായിട്ട് കൊണ്ടു നടക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്ന ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മകളുണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തെ ഓരോ വാക്കുകളും എത്രയും പ്രചോദനങ്ങൾ ഓരോരുത്തർക്ക് നൽകുന്നതാണ്, ആത്മീയമായ സന്തോഷം നൽകുന്നതാണ്, നമുക്കൊരു തൃപ്തി, ഒരു ആനന്ദം നൽകുന്നതാണ്. അതൊക്കെയും നമുക്ക് കൂടുതൽ ഇനിയും ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ നല്ല ഉദ്യമത്തിൽ ബലഹീനായ എന്നെയും ക്ഷണിച്ചതിന്, പ്രത്യേകിച്ചും കുടുംബമായിട്ട് ഇതിൽ പങ്കെടുക്കുവാൻ അവസരം തന്നതിന് ഇതിൻ്റെ ചുമതലപ്പെട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ചും സണ്ണി സ്റ്റീഫൻ സാറ്, അതുപോലെ ഈ പ്രോഗ്രാമിൽ അതിൻ്റെ കോർഡിനേറ്റർ പ്രവർത്തിക്കുന്ന സണ്ണി സാറ്, എല്ലാവരും ഇതിനകത്തെ ചുമതലക്കാരെല്ലാവരോടുമുള്ള ആ നന്ദി സ്നേഹവും വളരെ വിനയത്തോടെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ എന്ന് വിശുദ്ധ ഗ്രന്ഥം ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷത്തെക്കുറിച്ചുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത നിമിഷം ഞങ്ങളുടെ ശ്വാസം നിലച്ചു പോയാൽ ഞങ്ങൾക്ക് പിന്നീട് പ്രത്യാശയുടെ തീരത്ത് മാത്രമേ ആ മാലാഖമാരുടെ ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കൂ. എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ ശ്വാസവും അത് അകത്തേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കിട്ടുന്ന ഓരോ സെക്കൻഡുകളാണ് തിരിച്ചറിയുവാനുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉദ്യമത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഇത് വിവിധ ദേശങ്ങളിൽ വിവിധ സമയത്തിലും കാലത്തിലും ഇരുന്നുകൊണ്ട് ആസ്വദിക്കുന്ന ഓരോരുത്തർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകണമേ എന്ന് സർവശക്തനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭാഗ്യവതിയും പരിശുദ്ധയുമായ ദൈവമാതാവിൻ്റെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയിൽ ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമ്മർദ്ദവും സഹവാസവും നാം ഏവരോടും നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു അച്ഛാ. താങ്ക് യു വെരി മച്ച്. ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സ്വർഗീയനാഥത്തിൻ്റെ പേരിലുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത മാസം ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. വീണ്ടും ഒരുമിച്ച് കാണും വരെ ദൈവത്തിൻ്റെ കരുണാകൃപാവരം നമ്മെ കാത്തു പരിപാലിക്കട്ടെ. എല്ലാവർക്കും ഒരു പുതുവത്സരവും ക്രിസ്മസും ഞാൻ ആശംസിച്ചുകൊണ്ട് നമ്മളുടെ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, കാത്തു പരിപാലിക്കട്ടെ. നന്ദി. നമസ്കാരം. താങ്ക് യു വെരി മച്ച്.